friends, once again welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഇന്നലെ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് പറയാം, ഇനി AjayTechTipsലൂടെ ഇനി അടുപ്പിച്ച് നമുക്ക് അൺബോക്സിംഗ് വീഡിയോസ് കുറച്ചുണ്ടാവും. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, അത് ആദ്യമേ ഞാൻ പറയാണ്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്, ഇയർബഡാണ്. നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഐ ആം ഓൾസോ സർപ്രൈസ്ഡ് ഇത് പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. കാരണം ഫ്ലിപ്കാർട്ടാണല്ലോ. ഫസ്റ്റ് എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ ബില്ലാട്ടോ. ഇതിലിവിടെ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നുണ്ട്. മിവി, ഈ മിവി ബ്രാൻഡിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയ പ്രൊഡക്റ്റ് ആയാലും സെബ്രോണിക്സ് ആയാലും മിവി ആയാലും 100% ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്. പാർട്സ് എവിടെ നിന്നോ ആയിക്കോട്ടെ 100% ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്. മേക്ക് ഇൻ ഇന്ത്യൻ്റെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു മിവി പ്രൊഡക്റ്റ് വരുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല പ്രൊഡക്റ്റാണ് പറയാനുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിക്കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. മിവി DuoPods M30 എന്നുള്ള പേരാണ്. ഈ M30 കേൾക്കുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ M30 ഫോണിനെയാണ് ഓർമ്മ വരിക. എന്നിരുന്നാലും ഇത് മിവിയുടെ M30 ആണ്, DuoPod. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യാം. നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആട്ടോ. അതിപ്പോൾ ഈ ഒരു ഡിവൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെയുള്ളൊരു മൈക്ക്, ബഡ്സ് പോലെ തന്നെയുള്ളൊരു മൈക്കാണ്. അതിൻ്റെ പാക്കിംഗ് ഒക്കെ വളരെ ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നത് തന്നെയാണ്. ഇതൊന്ന് അൺബോക്സ് പീൽ ഓഫ് ചെയ്യട്ടെ ഞാൻ. നല്ല പാക്കിങ്. ഇനി ജയരാജൊക്കെ വാങ്ങിയ പോലെ ഒരു കത്തി വാങ്ങണം. അൺബോക്സിങ് വീഡിയോസ് കൂടല്ലേ, അൺബോക്സ് എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. ഇത് നല്ലൊരു കത്തി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട്. എന്താ ലുക്ക്, പാക്കിങ് നിങ്ങൾക്ക് കാണാം. നല്ല സ്റ്റാൻഡേർഡ് സ്റ്റൈലിഷ് പാക്കാണ് ഇത്. ഞാൻ അപ്പം ഹിയർ ഐ ആം ഓപ്പണിങ് ദിസ്. ഇവിടെ മിവിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. മിവിൻ്റെ ഫുൾ ഫോം എന്താ ആക്ച്വലി എനിക്കറിയില്ല. മിവിൻ്റെ ഫുൾ ഫോം അറിയണവർ അല്ലെങ്കിൽ മിവിത്തെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് മിവിൻ്റെ ഫുൾ ഫോം? ഓരോ ബ്രാൻഡ്സിനും ഓരോ ഫുൾ ഫോംസ് ഉണ്ടാവും. ഇത് അൺബോക്സ് ചെയ്യുമ്പം ഫസ്റ്റ് തന്നെ ഒരു പാംലെറ്റാണ് വരുന്നത്. പിന്നെ ഒരു ബ്രോഷർ. ശരിക്കും പേരൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ പാക്കിങ് നോക്കൂ, എന്ത് നീറ്റാണ്. നല്ല സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ക്യൂട്ട്. നമുക്കൊരു കോഴിമുട്ട, ഒരു പറക്കും തളികേൻ്റെ ഒക്കെ ലുക്കായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ, ഇത് എങ്ങനെയുണ്ട്, മറ്റേ സെറ്റ് പ്രൂഫ് ആണോ എന്നൊക്കെ നമുക്ക് ഒന്ന് അറിയണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിത് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിവൈസ്. എക്സ്ട്രാ ബഡ്സ് ഒന്നും ഇല്ല തോന്നുന്നു. ഇത് നമുക്ക് ചെവിയിൽ ഇങ്ങനെ വയ്ക്കാം. ഈ ചെവിയിൽ ഞാൻ ഇതും വെക്കുകയാണ്. വാവ്, പാട്ടൊന്നും കേട്ടിട്ടില്ല. ഇത് കണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കത്തുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വയ്ക്കുമ്പം കെട്ടാം. പിന്നെ ഇത് ഫോണായിട്ട് പെയർ ചെയ്യണം. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഞാൻ ഇതിനെക്കുറിച്ച് പറയും. മൈക്കിൻ്റെയും ഇതിൻ്റെയും ഒരുമിച്ചായിരിക്കും കേട്ടോ റിവ്യൂ വരിക നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ചാർജ് ചെയ്യട്ടെ. രണ്ടിലേക്കും ചാർജിങ് ഉണ്ട് കേട്ടോ. ഭാഗം കട്ട് ചെയ്യണം പിന്നു. കുറച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുക. ഇത് വെച്ച കറക്റ്റായില്ല. ഒരുമാതിരി ഉടായ്പ സാധനമാണല്ലോ. ചിരിക്കണ്ട, അത് വേണ്ട.
കമ്പനിക്കാര് കേസ് വരി തന്നെയല്ല ഇത് വെച്ചു. ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റ് കത്തുന്നത് ഡിവൈസിൻ്റെ മേലെ. പിന്നെ ഇതിന് ചാർജിങ് ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെയാണ് ചാർജിങ് പോർട്ട്. മൈക്രോ USB ആണ് വരുന്നത്. ടൈപ്പ് സി അല്ല. ടൈപ്പ് സി ആണോ? ചാർജ് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ ബോക്സിൽ അപ്പോൾ നമുക്ക് കേബിൾ നോക്കിയാൽ അറിയാം ടൈപ്പ് സി ആണോ മൈക്രോ USB ആണോ എന്ന്. നമ്മളിതിൻ്റെ ചാർജിങ് കേബിൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതും ബോക്സിലാണുള്ളത്. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയിട്ടോ, എഡീഷണൽ ആയിട്ടുള്ള ഇയർ പീസസ്. അത് വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കിട്ടി. ഞാൻ ഇല്ലയെന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി. മേ ബി ആ കാര്യത്തിൽ സ്റ്റാൻഡേർഡിൽ കാണിച്ചു. നമ്മൾ നേരത്തെ ഇന്നലത്തെ പ്രോഡക്റ്റിൽ റിമോട്ടിൽ ബാറ്ററി വെക്കാത്ത പോലെയല്ല കേട്ടോ. ഇത് ടൈപ്പ് സി ആണ്. സി തന്നെയാണ് തോന്നുന്നു. ഇത് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഇപ്പം കുറേ USB ടൈപ്പ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോക്സസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നിനെ കുത്തിയിട്ട് ചാർജ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.